മഹാനവമിയോടെ നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന ഘട്ടത്തിലേക്ക് കടന്നു. ഹൈന്ദവരുടെ ആരാധനയുടെയും നൃത്തത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നു. നവരാത്രി ദിവസങ്ങളിലെ ആദ്യത്തെ 3 ദിവസം ദേവിയെ പാർവതിയായും, അടുത്ത 3 ദിവസം ലക്ഷ്മിയായും, അവസാനത്തെ 3 ദിവസം സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. ധർമ്മ സംരക്ഷണത്തിൻ്റെയും വിജയത്തിൻ്റെയും സന്ദേശമാണ് നവരാത്രിയുടെ കഥകൾ നൽകുന്നത്. നവരാത്രി ആഘോഷത്തിന് കാരണമായി പറയാവുന്ന ദേവിയുടെ യുദ്ധവിജയ കഥകൾ ദേവി ഭാഗവതത്തിലും മാർക്കണ്ഡേയ പുരാണത്തിലും പറയുന്നുണ്ട്. മഹിഷാസുരൻ, ചണ്ഡാസുരൻ, രക്തബീജൻ, ശുംഭനിശുംഭന്മാർ, ധൂമ്രലോചനൻ, മുണ്ഡാസുരൻ എന്നിവരുടെ നിഗ്രഹത്തിനായി ദേവി എടുത്തിട്ടുള്ള അവതാരങ്ങളും അതിൽ നേടിയ വിജയവും ആണ് നവരാത്രി ആഘോഷത്തിന് കാരണമായത്. ഈ ദിവസങ്ങൾ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നറിയപ്പെടുന്നു. അഷ്ടമിക്ക് ദുർഗയെയും, നവമിക്ക് മഹാലക്ഷ്മിയെയും, ദശമിക്ക് മഹാസരസ്വതിയെയും വിശേഷാൽ പൂജിക്കുന്നു. മഹാനവമി നാളിൽ ആയുധങ്ങൾ ദേവിക്ക് മുന്നിൽ പൂജയ്ക്ക് വെക്കുന്നത് കർമ്മമാർഗത്തിൽ ദേവീപ്രീതി നേടുന്നതിനാണ്. ആ ദിനത്തിൽ പ്രവർത്തികളൊന്നും ചെയ്യാതെ ഉപകരണങ്ങളെയും ദേവിക്ക് മുന്നിൽ പൂജ വയ്ക്കുന്നു. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ആയുധങ്ങൾ എല്ലാം വലിയൊരു വന്യമരത്തിൻ്റെ പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അവരുടെ 12 വർഷത്തെ വനവാസത്തിൽ സംരക്ഷണമരുളിയത് ഈ വന്യമരമായിരുന്നു. പാണ്ഡവർ തങ്ങളുടെ രക്ഷയ്ക്കായി നിത്യവും ദുർഗാദേവിയോട് പ്രാർത്ഥിച്ചിരുന്നു. അവർക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു. വനവാസം പൂർത്തിയായപ്പോൾ മരപ്പൊത്തിലുണ്ടായിരുന്ന ആയുധങ്ങൾ എല്ലാം എടുത്ത് ആ മരച്ചുവട്ടിൽ പൂജിച്ചു. വനദുർഗയായും തിന്മകളെ അടക്കി നന്മകൾക്ക് വിജയം നൽകുന്നവളായും മനസ്സിൽ കരുതി 9 ദിവസം ദേവിയെ ആരാധിച്ച് ദശമി നാളിൽ ആയുധങ്ങൾ തിരിച്ചെടുത്തു. അവർ നവരാത്രി ദിവസം ആയുധങ്ങൾ വച്ചു പൂജിച്ചതിനാൽ ഇത് ആയുധ പൂജ എന്നും അറിയപ്പെട്ടു തുടങ്ങി. ആയുധങ്ങളിൽ ദൈവികത കാണുന്ന ഭാരതീയ സംസ്കാരം അഹിംസയെ വിലമതിക്കുന്ന ഒന്നാണ്. നമ്മുടെ ദൈനംദിന ഉപകരണങ്ങളുടെ പിന്നിൽ ഒരു ദിവ്യശക്തി പ്രവർത്തിക്കുന്നു എന്നും അവ നന്നായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ദൈനംദിന ഉപകരണങ്ങൾക്ക് നന്ദി പറയാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ മഹാനവമി ദിനത്തിലെ ആയുധപൂജ അർത്ഥവത്തായ ഒരു ആചാരമായി കണക്കാക്കപ്പെടുന്നു. ഏവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.